മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എംപോക്സ് ക്ലേഡ് 2 എന്ന ആരോഗ്യവകുപ്പ്. പുതിയ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതൽ. ആദ്യമായാണ് രാജ്യത്ത് പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ത്യയിലെ രണ്ടാമത്തെ കേസ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എംപോക്സ് സ്ഥിരീകരിച്ച ഇയാൾ ചികിത്സയിൽ കഴിയായിരുന്നു. UAE-യിൽ നിന്ന് വന്ന 38 വയസ്സുകാരനായിരുന്നു ഈ എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇതിന്റെ കൂടുതൽ പരിശോധനയ്ക്കായി പരിശോധനാ സാമ്പിളുകൾ മറ്റും അയക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിന്റെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എംപോക്സ് ക്ലേഡ് 2 എന്നുള്ള പുതിയ വകഭേദമാണ്. ഇതിന് ക്ലേഡ് 1-നേക്കാൾ പുതിയ വകഭേദത്തിന് വ്യാപനശേഷി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. മാത്രമല്ല, രാജ്യത്ത് പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നതും ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ വ്യാപനശേഷി കൂടുതലായതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിച്ചൊരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഈ ക്ലേഡ് 2 സ്ഥിരീകരിച്ചത് ആഫ്രിക്കയിലാണ്. അതിനുശേഷം ഇപ്പോൾ രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ഈ ഒരു പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത്. ക്ലേഡ് 1-നേക്കാൾ കുറച്ചുകൂടി അപകടമാണ്. കാരണം വളരെ വേഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ വകഭേദത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ആൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ പുതിയ വകഭേദമാണോ എന്നുള്ളൊരു ആശങ്ക നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പൂനെ വൈറോളജി ലാബിലേക്ക് കൂടുതൽ തുടർ പരിശോധനയ്ക്കായി ഈ സാമ്പിൾ അയച്ചിരിക്കുന്നത്. ചില രോഗലക്ഷണങ്ങളോടുകൂടി ചിലരൊക്കെ നിരീക്ഷണത്തിൽ നിലവിൽ കേരളത്തിൽ തുടരുന്നുണ്ട്. ആലപ്പുഴയിൽ എംപോക്സ് ലക്ഷണങ്ങളോടുകൂടി ഇരുന്ന ആളുടെ ഫലം നെഗറ്റീവ് ആയതൊരു ആശ്വാസമാണ്. കൂടുതൽ ആളുകൾക്ക് ചിക്കൻ പോക്സ് ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടമാണെങ്കിലും അവരുടെ സാമ്പിളുകളും നിലവിൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേന്ദ്ര നിർദ്ദേശപ്രകാരം എല്ലാ വിമാനത്താവളങ്ങളിലും നിലവിൽ സർവൈലൻസ് ടീമിനെ കൂടുതൽ ശക്തമാക്കി, അവരുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പനി, പേശിവേദന, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ, ചിക്കൻ പോക്സിന് സമാനമായി കുമിളകളൊക്കെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അടുത്തുള്ള നമ്പറുകൾ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച നമ്പറുകളുണ്ട്. അതിൽ ബന്ധപ്പെടണം എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിഷ്ണു. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.